വെള്ളം കുടി വെള്ളം കുടി. ഇല്ല, അച്ഛൻ രാവിലെ ഇറങ്ങി അവിടെ നിന്ന്. നന്നായി. 2-3 ദിവസമായി ഇവള് പറയണ അച്ഛൻ വരും വരുമെന്ന്. അതുകൊണ്ട് ഞാനും പോകാതെ കാത്തിരുന്ന. ഇറച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ടാ? ഇറച്ചി ഉച്ചക്ക്. ദോശ ഇടട്ടെ 2 എണ്ണം. ഇത് തിന്നട്ടെ, എന്നിട്ട് ദോശം പഴവും തിന്നാം. ഇതിപ്പോ ഇവിടെ ഉണ്ടായതാണ്. നിക്കണ്ട, ഞാനും വിളിച്ചോളാം. സൗകര്യം പോലെ കഴിക്കട്ടാ. എനിക്കിപ്പോ ഭക്ഷണം വളരെ കുറവാ. അത് തോന്നി. കഴിഞ്ഞ തവണ വന്നപ്പോ ഇതിന് നന്നായിട്ട് കഴിച്ചിരുന്നു അച്ഛൻ. ആരാ? ധർമ്മക്കാരായിരിക്കും. ഞാനാടാ. സത്യശീലൻ മോനാ. വാ വാ കേറി വാ. എന്തൊരു വകയിലെ അമ്മാവനാണ്. ഭാര്യ മക്കളൊന്നുമില്ല. ആയ കാലത്ത് നല്ല ജോലിക്കാരനായിരുന്നു. ഇപ്പൊ ഈ ഡിസ്കിന് കംപ്ലൈന്റ് ആയിട്ടേ. ആർക്ക് കംപ്ലൈന്റ്? നടുവിന്റെ ഡിസ്കിന് കംപ്ലൈന്റ് ആയിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. സത്യമാവൻ ഇതിപ്പോ എന്റെ അച്ഛനാ. അതെയോ? എപ്പഴാ വന്ന്? കുറച്ചു നേരമായിട്ടേ ഉള്ളൂ. ഇരിക്കാന്ന് വെച്ചാലേ ഇത്താണ്ടലിന് ചെറിയൊരു പിടുത്തുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ കൊണ്ടുപോയി വെക്കണം. അതെ, ഇപ്പൊ അടുത്ത മാസത്തേക്ക് ഗുളിക ഇല്ല. ഒരു 5-6 ബന്ധുക്കളുണ്ട്. അപ്പൊ ഗുളികയും മരുന്നൊക്കെ കഴിഞ്ഞാലേ ഒന്നും ഇങ്ങനെ ചുറ്റടിക്കും. ഇവനെ പോലെ കുറച്ച് ആൾക്കാരുണ്ട് നല്ലത് ഗുളികയുടെ. നമ്മളൊരു പഴം കഴിക്കും. വേണ്ടത് അച്ഛൻ കഴിക്കും. ഗുളിക കഴിഞ്ഞോണ്ടേ വാങ്ങി കഴിച്ചിട്ടേ ഒരു ഭാഗത്ത് കിടക്കും. ഭക്ഷണവും കഴിക്കണം, ഗുളിക മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. അതെ, ഭക്ഷണം കഴിക്കണം. അച്ഛൻ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോകണ്ടോ? എവിടെ അച്ഛൻ എവിടെ സമയം? അച്ഛന് ഊണ് കഴിഞ്ഞ് ഉച്ചക്ക് ഇവിടുന്ന് ഇറങ്ങണം. ചിലപ്പോ നാളെ പോവുള്ളൂ. അല്ല, അവിടെ ഒരുപാട് ജോലി ഉള്ളത് കൊണ്ടേ. അതൊന്നും സാറില്ല. പൊളിക്കണ പൊളിച്ചു തരണം. ഇതിപ്പോ മരുന്ന് വാങ്ങിക്കാനുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അതൊന്നും വാങ്ങിക്കില്ല. വയസ്സെത്രയായി? വയസ്സൊക്കെ കുറെ, ഒരു 10-61 വയസ്സൊക്കെ ഉണ്ടാവൂലേ? 61 വയസ്സാറുണ്ട്. അപ്പൊ പെൻഷൻ കിട്ടുമല്ലോ. പെൻഷനൊക്കെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കല്ലേ, ഞാൻ കൂലിപ്പണിക്കാരനാണ്. കൂലിപ്പണിക്കാർക്ക് ആർക്കായാലും 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും. അത് എന്ത് പെൻഷനത്? വാർദ്ധക്യ പെൻഷൻ. എന്നാ അങ്ങനെ എന്നൊക്കെ പറയണ്ടേ? അല്ല, ഇനി അമ്മാവും അപേക്ഷ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. എനിക്കതറിയില്ലല്ലോ. അതിനിപ്പോ എവിടെയാണ് അച്ഛൻ ചെല്ലേണ്ടത്? അത് അക്ഷയ ചെന്നാ മതി. റേഷൻ കാർഡും ആധാർ കാർഡും ആയിട്ടുണ്ടല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ല അവര് തന്നെ ശരിയാക്കി തരും. അമ്മാവിന്റെ അടുത്ത് റേഷൻ കാർഡും ആധാർ കാർഡൊക്കെ ഇല്ല? അതൊക്കെ അവിടെ ഇരിക്കണ്ട്. അന്ന് ഇനി സമയം കളയണ്ട, എളുപ്പം അവിടെ കൊണ്ടുപോയി കൊടുക്കുക അക്ഷയയില്. എന്നാ ശരി, ഇപ്പൊ തന്നെ കൊണ്ടു കൊടുക്കാം. ശരി. അതല്ലേ, വിളിച്ചോ പോട്ടെ. ഗണിക്കാനാണ് ബുദ്ധിമുട്ട്. ഗണിക്ക് കിട്ടിയ കുഴപ്പമില്ല. ഞങ്ങൾ വിട്ടു കഴിഞ്ഞാ അങ്ങനെ പോകും. അവിടെ ചെന്നിരുത്താലേ കുഴപ്പമുള്ളൂ. നല്ലോണം പണിയെടുത്ത വെച്ച ആളാണ്. എന്നെ പോലെ. നീ അച്ഛനെ പിടിച്ചോ, അത് തൊണ്ടേ കെട്ടി ചാടണ്ടോ? കേടെ പോയത് ഇന്നലെ ഒരു എന്റെ മുമ്പിൽ ഉണ്ടായില്ല. തണ്ടല് സുഖമില്ല. അതെ, ഞാൻ ഒരു ഇത് കൊടുക്കണം. കിട്ടോ കിട്ടില്ല? അത് പറ്റില്ല, ഞങ്ങൾ കുറെ സമയമാക്കി നിൽക്കുന്നു. ഇത് കിട്ടുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി ക്യൂ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ പറയുന്നത്. ഒന്ന് പോട്ടെട്ടോ, ഒന്ന് പോട്ടെ. സാറേ ഇല്ലാണ്ടേ. എന്താ അത്? എനിക്ക് വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കാനാണ്. ഒന്ന് ഇതൊന്നും പുറകെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. റേഷൻ കാർഡോ ആധാർ കാർഡേ വേണ്ടു. ഓ ശരി. അപ്പൊ റേഷൻ കാർഡ് ഇതിലുണ്ട്.
അതെ, അതിന് വീട്ടിലത്തെ മൊത്തം സർട്ടിഫിക്കറ്റ് എടുത്ത് വരണ്ട, വല്ല ആവശ്യമുണ്ടാ? അയ്യോ, ഇങ്ങളല്ലേ കഥ. ആ അല്ല, ഇത് വേണ്ട, ഇത് പറ്റൂല. അല്ല, ഇത് പ്യാരിജാതം മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി തന്നതാണ്. ആ മരുന്നിന്റെ വിഷയം എടുത്തോ. അല്ല, എടുത്തോ, കുഴപ്പമില്ല. വെച്ചോ വെച്ചോ. അല്ല, ഇത് വേണ്ട. അത് വേണമെങ്കില് അപ്പുറം കൊടുത്താ. ശരി. ഇത് രണ്ടും വേറെ വെക്ക്. ഇത് രണ്ടും അവിടെ കൊടുത്താ മതി. ഈ സാധനം എല്ലാം പറഞ്ഞു കൊടുത്താൽ ചീത്ത പറയും. ആയിക്കോട്ടെ. സമാധാനം. അത് വെക്കൊരു ഭാഗത്ത് എന്റെ ഫയലിന്റെ പുറത്ത് വെക്കാം. കയ്യൊന്ന് ഇറക്കി ഒന്നിരിക്കാണ് ഇവിടെ. അവിടെ ഇരുന്നോളൂ. ഇത് എന്ത് കാണിക്കണ അപ്പൂപ്പൻ? അത് ഇരിക്കുമ്പോഴൊരു കുഴപ്പമുണ്ട്, ഇരുന്ന് കിട്ടിയ കുഴപ്പമില്ല. ഇതിപ്പോ എന്തിനാ? അതെ, ഈ മറ്റേ വാർദ്ധക്യകാല പെൻഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിട്ടാ. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പോ 60ന്റെ മുകളിലായി. ശരിക്കും എത്രയെന്ന് പറയാ അപ്പൂപ്പ? 61. 61 ഈ 60 വയസ്സ് കഴിഞ്ഞാ ഈ ഇത് കിട്ടില്ലോ, വാർദ്ധക്യകാല പെൻഷൻ കിട്ടില്ലേ? കിട്ടും കിട്ടും. അപ്പൊ എനിക്ക് ഒരു വയസ്സുള്ള കൂടിയില്ലപ്പോ. അപ്പൊ ആ ഒരു വർഷത്തിൽ കൂടി കിട്ടാവുന്ന രീതിയിലുള്ള ഒരു അപേക്ഷ എഴുതിക്കോളൂ. അപ്പൊ ഒരു വർഷത്തെ പലിശ വേണമെന്നാ പറയണേ. പലിശ കിട്ടുന്നതിന് കിട്ടില്ലേ? അല്ല, കിട്ടുമെങ്കിൽ തരാൻ കിട്ടില്ല. അപ്പൊ തൽക്കാലം ഇത് കിട്ടുമോ നോക്കട്ടെ. അത് എൻട്രി കിട്ടോ, പ്രിന്റ് എടുക്കാനാ. സത്യശീലൻ. സത്യശീലൻ. അതിൽ താഴത്തേതിൽ ഹൗസാണ്. ഇത് ആദ്യം അടിക്കട്ടെ. സത്യശീലൻ വേഗാവട്ടെ. സത്യശീലൻ മഷി പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തോളാം. മാറണ്ട. താഴത്തേതിൽ ഹൗസ്. താഴത്തേത് അക്ഷരം അത്ര കുറവാണ്. നമുക്ക് ആ ലെങ്ത് എന്ന് പറഞ്ഞു. താഴത്തേതിൽ ഹൗസ്. താഴത്തേതിൽ ഹൗസ്. ഇതിപ്പോ ഇത്രയായിട്ട് അത് ടൈപ്പ് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? അങ്ങനത്തെ വീട്ടുപേരുണ്ടാ? ഉണ്ട്. താഴത്തേതിൽ ഹൗസ്. ഞാൻ വന്ന് ചെയ്യണോ? മണ്ണയും കൂടെ എന്താണ്? നേരത്തെ കൂടെ എന്റെ മുമ്പിൽ കെ ഉണ്ടായി, കാണുന്നില്ല. കെ ഇല്ല. ഈ താഴത്തേതിൽ ഹൗസിന് എന്തിനാ കെ? ശരിയാന്നല്ലേ, അത് കെ വേണ്ടല്ലേ. അല്ലെങ്കിൽ തന്നെ 100 പണിയുണ്ട് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടിട്ട്. ഇത് ഞാൻ തന്നെ ചെയ്തോളാം. എന്നാ ഞാൻ ചെയ്യാം. ഇപ്പൊ ഉപദ്രവമായിട്ട് മാറണേ. മണ്ണയംകോട്. മണ്ണയങ്കോട് പോസ്റ്റ്. മണ്ണയംകോട്. മണ്ണയങ്കോട്. ഞാൻ പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ട് എന്നെ മനസ്സിലാവുള്ള. പിന്നെ മണ്ണയംകോട്. ഞാൻ തരണോ? മണ്ണയംകോട് പോസ്റ്റിനാ വേണ്ടിട്ട്. കൂരാച്ചിപ്പടി. കൂരാച്ചിപ്പടി റോഡ്. അങ്ങനത്തെ റോഡൊന്നും ആടില്ല. റോഡല്ലേടാ. ഞാൻ വന്ന് അടിക്കാന്നാ. കൂരാച്ചിപ്പടി. കൂരാച്ചിപ്പടി. കൂരാച്ചിപ്പടി റോഡ് വേഗം ആവട്ടെന്ന്. ഈ ആൾക്കാർ നിൽക്കണ്ടില്ലേ? എന്ത് നോക്കിയിരിക്കണേ? ഇനി പ്രിന്റ് കൊടുക്കാതില്ലേ? പ്രിന്റ് കിട്ടണ്ടേ? മേഡം വരണ്ടേ? അതെ, ഇവിടുന്ന് തരണ ആ പ്രിന്റ് ഇല്ലേ? എന്താ പ്രിന്റ്? ഇവിടുന്ന് ഒരു കടലാസ് തരും. ആ കടലാസും ആധാർ കാർഡും റേഷൻ കാർഡും ഒരു ഫോട്ടോയുമായിട്ട് പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, അതും കൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലണം. പഞ്ചായത്ത് പോണോ? വേണം. ഇവിടെ വന്ന അപേക്ഷിച്ച പൈസ കിട്ടുന്നാണല്ലോ. അപ്പൂപ്പ ഇവിടെ നല്ല പെൻഷൻ തരുന്നേ. പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് സാങ്ഷൻ ചെയ്യണ്ടേ? അതാണ്. പ്രിന്റ് ആയില്ലേ? അപ്പൊ ഇനി എന്റെ ഫീസ് അടച്ചു കൊടുത്തോ? ഇല്ലല്ലോ. എവിടെ കൈക്കൂലി ഇവിടെ ഉണ്ടല്ലേ? കൈക്കൂലി ഇവിടെ ഉണ്ട്. ഇത് കൈക്കൂലി അല്ല, ഈ ആപ്ലിക്കേഷൻ കൊടുക്കണതിന്റെ ഫീസാണ്. കൈക്കൂലി ഫീസ് എന്ന് പറയാ. ഇത് ഫീസാണ്, കൈക്കൂലി അല്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്താ പിന്നെ ഇങ്ങനെ ചിരിക്കണേ? കളിയാക്കണോല്ലോ ചിരിക്കണ. എന്താ പിന്നെ ചിരിക്കണ എന്തിനാ? അതെ, ഇവിടെ കൊടുത്താ മതി എന്ന് പറഞ്ഞു. ഇവിടുന്ന് എന്ത് കൊടുത്താ മതിന്ന്? എന്നാ ശരി കേട്ടോ. ബാക്കി വേണ്ടേ? ബാക്കി വേണ്ടേ? ബാക്കിയുണ്ടോ? 40 രൂപയാണ്. അത് ശരി. അപ്പൊ തന്നെയാണല്ലേ? എന്തെന്നെയാണല്ലേ? 40 രൂപ ഫീസാണ്. മോളെ കുറിച്ചോ.
എന്തത് ഒന്ന് കയ്യതല്ല എങ്ങനെയാലും കൈ പിടിക്കണം. അല്ലെങ്കിൽ പൊങ്ങില്ല ഇവിടുന്നേ. ആ ആ ഓക്കെ. ഇതിപ്പോ ആരാ പോകണേ? എന്നെ എനിക്ക് എന്ത് ചെയ്യുന്നത്? സാറെ കാണാമെന്ന് ആ വരി കുത്തിരിക്കി. ഒന്നര മണിക്കൂറായി ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ സാറ് ഊണ് കഴിക്കാൻ പോയി പറഞ്ഞു. ഇപ്പൊ 3 മണിയായി. ഞാൻ എപ്പോഴാ പോയത് നിങ്ങൾ കണ്ടിന് ഊണ് കഴിക്കാൻ? ഇവിടെ രാവിലെ മുതൽ ഈ നേരം വരെ വായിട്ട് അലക്കിയ ആൾക്കാരോട്, നിങ്ങളെപ്പോൾ ആൾക്കാരോട് പിന്നെ എന്തെങ്കിലും അങ്ങാക്കലേക്ക് ഇറങ്ങണ്ടേ? അതല്ലേ ജീവൻ നിലനിൽക്കുള്ളൂ. ഞാൻ 11 മണിക്ക് വന്നിരുന്നു ഇവിടെ സാറെ കാണാൻ രാവിലെയോ. അപ്പൊ സാറ് ചായ കുടിക്കാൻ പോയിരിക്കാ പറഞ്ഞു. പിന്നെ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കാണാഞ്ഞിട്ടാണ് ഞാൻ പോയത്. അതിന് ചായ കുടിക്കാൻ പോയപ്പോ 2-3 സാർമാരെ കണ്ട് ഒരു മീറ്റിങ്ങിനെ കാര്യമൊക്കെ ഡിസ്കസ് ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാ. എന്താ വിഷയം എന്താ? ഇതൊരു അപേക്ഷയാണ്. സാർ ഇത് വായിച്ചിട്ട് എത്രയും പെട്ടെന്ന് പരിഹരിച്ചു തരണം. ഞാൻ പോണ എനിക്ക്. ഓ അത് ഉസാറായിക്കണല്ലോ. ആവശ്യക്കാർക്ക് ഇരിക്കാൻ നേരമില്ല. പിന്നെ ഞമ്മക്ക് എങ്ങനെ നേരം നിങ്ങളെ കാര്യത്തില് ഇത് വായിക്കാനും നേരം. നിങ്ങൾ എന്താ വിഷയം എന്ന് വെച്ചാൽ പറയും. ഞാനൊരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. എന്ത് വർക്ക്ഷോപ്പ്? അത് 2 വീലർ വർക്ക്ഷോപ്പ്. അത് നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിലാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ പഞ്ചായത്തിന്റെ ലൈസൻസ് വേണല്ലോ. അല്ല, എന്റെ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ട്. ഇന്നലെ ആയിരുന്നു അത് പുതുക്കേണ്ട അവസാന ഡേറ്റ്. പുതുക്കിണ്ടാവില്ല. ഇന്നലെ അടയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് അടയ്ക്കാൻ വന്നപ്പോ അവര് പറയാണ് നമ്മൾ അടയ്ക്കേണ്ട തുക 3 ഇരട്ടി ഫൈൻ അടയ്ക്കണം. ആണോ? അതാണോ നിയമം? ഒരു ദിവസം വൈകിയാൽ 3 ഇരട്ടി ഫൈനോ? പിന്നെ ഇത് എവിടത്തെ നിയമ സാർ? ഇത് ഇവിടുത്തെ നിയമം. അത് സൗദിയിൽ ഇതൊന്നല്ലല്ലോ. സൗദിയിൽ നിയമം തെറ്റിച്ച് അപ്പൊ കൗത്തർത്തോളം ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കണത്. സാറേ, കേരള ഓട്ടോമൊബൈൽസ് നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് സാറ് ഈ അപേക്ഷ അങ്ങോട്ട് സ്വീകരിക്കണം. ഈ അപേക്ഷ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടറെ പോയി കാണി. ഒരു സ്വീകരിക്കും. ഒരു പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ മേലുദ്യോഗസ്ഥനാണ് പഞ്ചായത്ത് സെക്രട്ടറി. ഏത് അപേക്ഷ തന്നാലും അത് സെക്രട്ടറി സ്വീകരിക്കണം. എന്നിട്ട് അത് ഇനീഷ്യൽ ചെയ്ത് നമ്പർ ഇട്ടിട്ട് സീറ്റിൽ എത്തിക്കണം. അല്ലാതെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയരുത്. ഇനി അല്ല 3 ഇരട്ടി അടയ്ക്കണം എന്നൊരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം എന്താണെന്ന് അറിയിക്കും. ഇനിയിപ്പോ സർക്കാർ ഉത്തരവാണോ വകുപ്പ് മാനുവലാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യേ. അത് ശരി. നിയമം മുഴുവൻ പഠിച്ചിട്ടാണ് വന്നതില്ലേ? അപ്പൊ പഠിക്കാത്തവരെ വന്നെങ്കിൽ ഇങ്ങനെ പറ്റിക്കും അല്ലേ? ഇത് ഞാൻ സാങ്ഷൻ ആക്കി തരാം. അല്ല, അങ്ങനെ ആക്കി തരാന്ന് പറഞ്ഞാൽ പോരാ. അത് ഒപ്പിട്ടിട്ട് റെസിപ്റ്റ് തരണം. റെസിപ്റ്റ് ഞാൻ തരാം. പക്ഷെ റെസിപ്റ്റ് തരുന്നതിന് മുമ്പ് എനിക്ക് അപേക്ഷ ഒന്ന് മുഴുവൻ വായിച്ചു നോക്കണം. അപ്പൊ നിങ്ങള് പുറത്തൊന്നും ഇരിക്കും. ഒരു 15 മിനിറ്റ് മതിയാവും. 10 മിനിറ്റിന് ആവശ്യം. അല്ല, എന്താ അറിയോ, ഈ ഒരു ലൈസൻസ് പുതുക്കാൻ വേണ്ടി ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ എന്റെ ജോലി പോയി. 10 മിനിറ്റ് കൊണ്ട് കിട്ടിയ ഒരു ഇഞ്ചൻ സെറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ശരിയായി തരാം. ശരി, വെയിറ്റ് ചെയ്തു. അവിടെ ഇരുന്നോളി. ഒന്നിരിക്കണം സാറേ, ഒന്നിരിക്കണം. എനിക്ക് കൈ ഒന്നെടുക്കാം. ഇരിക്ക. തണ്ടലിന് ഒരു പിടുത്തണ്ടേ? കുഴപ്പമില്ല. ഇരുന്ന് കിട്ടിയാ കുഴപ്പമില്ല. എന്തേ പോന്ന് സാറേ, ഈ 60 വയസ്സ് കഴിഞ്ഞാലേ ഈ വാർദ്ധക്യ പെൻഷനുള്ള അത് കിട്ടുമോ? കിട്ടും. അപ്പൊ അതിനു വേണ്ടി വന്നാണ്. അക്ഷയ എന്നുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ഇതൊക്കെ വേണം. അതൊക്കെ ഉണ്ട്. കണ്ടോ? അതൊക്കെ ഇതിലുണ്ട്. അല്ല, നിങ്ങൾക്ക് എത്ര വയസ്സായി നിറഞ്ഞ്? പ്രായം 61. 61? എന്നിട്ട് ഇതിന്റെ അകത്ത് 41 കാണിച്ചിക്കണത്. അത് 8 കൊല്ലം മുമ്പ്. 8 കൊല്ലം മുമ്പ് 41, 8, 49 അല്ലേ നിങ്ങൾക്ക് ആവുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ വാർദ്ധക്യകാല പെൻഷൻ കിട്ടണമെന്ന്? അല്ല, 61 വയസ്സുണ്ട്. അതെങ്ങനെ 61? ഇതിനകത്ത് 8 കൊല്ലം മുമ്പ് എടുക്കുമ്പോ നിങ്ങൾക്ക് 41 വയസ്സാ. ഇപ്പൊ 8 കൊല്ലം കഴിഞ്ഞപ്പോ 49. അത്രേ കാണുന്നുള്ളൂ. എന്തോ ഒരു കുഴപ്പം കണ്ടിട്ടുണ്ടല്ലോ ഇതിനകത്ത്. ഇതിനകത്ത് അങ്ങനെ അതൊരു അബദ്ധം പറ്റി. എന്തേരി? അത് ഞാന്
ഇത് എടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ആ അവിടെ മുമ്പിൽ ഒരു പെൺകുട്ടിയായിരുന്നു. ആ ആ പെൺകുട്ടിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോ ആ ഞാനൊരു 10 വയസ്സ് കുറച്ച് പറഞ്ഞു. ആ അപ്പൊ അങ്ങനെ പറ്റിയത്. അങ്ങനെ പറ്റിയതാണ്. കുഴപ്പമാവത് കുഴപ്പമാണ്. അല്ല, ശരിക്കും 61 ഉണ്ട്. അല്ല അതിനിപ്പോ എന്താ തെളിവ്? അതിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് 61 ആയിട്ടുണ്ടാവും. ആണ്. അമ്മ പറഞ്ഞതോ? ആ. അമ്മ എന്ത് പറഞ്ഞു? അല്ലേ, എന്റെ അനിയത്തിയെ പ്രസവിക്കുന്ന സമയത്ത് ആ. എനിക്ക് 2 വയസ്സാണ്. ആ അപ്പോ അനിയത്തിക്ക് ഇപ്പോ 59 വയസ്സ് കഴിഞ്ഞു. ആ. അപ്പൊ 59ഉം 2ഉം 61. അതിന് കണക്ക്. ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അമ്മ പറഞ്ഞ് പെങ്ങള് പറഞ്ഞു എന്ന് പറഞ്ഞാല് എന്റെ ഉപ്പ പണ്ട് പറയാനി. ഉപ്പ എന്നോട് പ്രായം ചോദിച്ചാൽ ഉപ്പക്ക് പ്രായം അറിയില്ല. എന്റെ ഉപ്പ പറയുന്ന വെച്ചാൽ ഏതോ ഒരു കൊടുങ്കാറ്റ് അടിച്ചതിന്റെ തലേ ദിവസം ഞാൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു കണക്കാ. ഇത് നടക്കൂല. ഏതോ ഒരു സുന്ദരി പെൺകുട്ടിയെ കണ്ടപ്പോഴേക്ക് നിങ്ങൾ പ്രായമൊക്കെ കുറച്ച് പറയാ. എന്തായി പോയത് കഥ? അപ്പൊ ഇനി സാറേ ഈ ഗവൺമെന്റിന് എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടാൻ എന്തെങ്കിലും വേറെ ഇതല്ലാതെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? അല്ല, എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ അറിയോ? നിങ്ങൾ ഒന്നുകൂടി അക്ഷയയിൽ പോവാ. അക്ഷയ മറ്റേ ഈ പ്രിന്റ് അടുത്ത സ്ഥലത്ത് അവിടെ പോവാ. അവിടെ പോയിട്ട് ഇങ്ങനെ പ്രായം മാറ്റാം. അപ്പൊ അവിടെ നിന്ന് ഒരു ഫോം തരും. ആ ഫോം തന്ന അത് പൂരിപ്പിക്കാം. ശരി. എന്നിട്ട് ഏതെങ്കിലും എ ഗ്രേഡ് ഗസറ്റഡ് ഓഫീസർമാരെടുത്ത് പോവുക. അതായത് തഹസിൽദാരും ഞാനും അങ്ങനെയൊന്നും പറ്റൂല. നമ്മുടെ അസിസ്റ്റന്റ് കലക്ടർ DMO വകുപ്പിലുള്ള ഏതെങ്കിലും ആൾക്കാരെടുത്ത് പോകണം. കലക്ടറോ? കലക്ടർ എന്ന് വെച്ചാൽ അസിസ്റ്റന്റ് കലക്ടറാണ്. ഒരിടത്തേക്ക് പോയാൽ ഒരു ഒപ്പിട്ടല്ലോ, ഒരു ഒപ്പിന്റെ കാര്യമുള്ളൂ. അവിടെ പോയിട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഒപ്പിട്ട പേപ്പർ വീണ്ടും അക്ഷയ തന്നെ കൊണ്ടുകൊടുക്കുക. അപ്പൊ ഓരോടത്ത് വയസ്സ് ശരിയായി തരും. എന്നിട്ട് ആ പേപ്പർ ഏറ്റവും കൂടി വരി, ഞങ്ങളെ പെൻഷൻ ശരിയാക്കി തരാം. ഇതെല്ലാം കൂടെ കിട്ടി വരുമ്പോഴൊക്കെ വയസ്സ് 91. ഒക്കെ പെട്ടെന്ന് ശരിയാക്കും. നിങ്ങൾ വയസ്സന്മാരൊക്കെ പോയാൽ എല്ലാരും ശരിയാക്കി തരും വേഗം. അപ്പൊ എണീക്കണം. എണീച്ചോളി. എണീക്കണം ഇവിടുന്ന്. ഞാൻ കയ്യായിരുന്നു. പിടിച്ചോളൂ. വീട്ടിൽ മക്കളൊക്കെ കൂട്ടിക്കൂടി തന്നെയോ? മക്കളും കുട്ടികളൊന്നും ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ലേ. ഈ ഡിസ്കിന് കംപ്ലൈന്റ് ആയതിന്റെ ശേഷം ഈ പ്രശ്നം. ശരി, നല്ല പോയിക്കോളി. ശരി സാറേ, ഞാൻ തുക കിട്ടുമോ നോക്കിയോട്ടെ. ഏതോ നല്ല പെൺകുട്ടിനെ കണ്ടപ്പോൾ ഓളെടുത്ത് 10 വയസ്സാണ്ട് കുറച്ച് പറഞ്ഞു. അതിന് നടക്കുക.